ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അപ്പോൾ ഈദ് മുബാറക്. ഈ പറഞ്ഞ മാതിരി കുറേ നാളായല്ലേ വീഡിയോ വന്നിട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇനി ഇടാൻ തുടങ്ങാം ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് ഇവിടെ ഈദാണ്. ഇന്നലെ മുതൽ ഓഫായിരുന്നു. ഇതിൻ്റെ ഹോളിഡേ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ അറഫേൻ്റെ നോമ്പൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഷോർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിടാം കേട്ടോ. പിന്നെ രാവിലെ ചെറുതായിട്ട് ഫോൺ ഡെഡ് ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എണീക്കാൻ. പിന്നെ പെട്ടെന്ന് ക്ലീനിങ് ഒക്കെ തീർത്തു, കുക്കിംഗ് കയറി, പിന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട് ജസ്റ്റ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു, ഫുഡ് കഴിച്ചു. പത്തിരി ഉണ്ടാക്കിയതല്ല കേട്ടോ, പത്തിരി റെഡിമെയ്ഡ് വാങ്ങിച്ച് കുക്ക് ചെയ്തു. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി. ആ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കണം അങ്ങനെ. അപ്പം രാവിലെ ഉള്ള ചെറിയ ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പിങ്സൊക്കെ കണ്ടിട്ട് പോയി. കുറച്ച് പേരുള്ളൂ കേട്ടോ. രാവിലെ തന്നെ ഫോട്ടോഷൂട്ട്സിനൊക്കെ ഇവിടെ നിറയെ ആളാണ്. ഇതൊരു റെസിഡൻഷ്യൽ നമ്മളുടെ ഒരു ഗാർഡൻ ഏരിയയാണ്. നല്ല രസമാണ്. ഇന്നലെ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ഇത്, പക്ഷേ വേറൊരു എക്സ്പീരിയൻസ്. ലൈഫ് അങ്ങനെയാണല്ലോ, പുതിയ പുതിയ എക്സ്പീരിയൻസസ് ആണല്ലോ. രാവിലെ തന്നെ വീട്ടിൽ വിളിച്ചിട്ട് നേരെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ കുക്കിങ്ങൊക്കെ തീർത്തിട്ട് പിന്നെ നേരെ പോയി കുളിച്ച് പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഡ്രസ്സ് മാറിയിട്ടാണ് കേട്ടോ താഴെ പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കാൻ ഇറങ്ങിയാണ് എല്ലാവരും. ഹായ് ഹായ് കാണിക്കേ. ഹായ് ഗൈസ്. സോ ഇവിടെ ഇപ്പോൾ ചുമ്മാ സ്റ്റാർട്ട് ചെയ്യണതാണ്. ഫോട്ടോസൊക്കെ ജസ്റ്റ് ഞങ്ങൾ കുറച്ച് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2 o'clock എനിക്ക് പോകണം, ജബലലി പോകണം. ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഷോർട്ട്സ് എടുത്തുതരാം. ഫോട്ടോസും വീഡിയോസും എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി പറഞ്ഞ പോലെ ബിരിയാണി ഇല്ലാണ്ട് എന്ത് പെരുന്നാളല്ലേ. കമ്പനിയിൽ നിന്ന് സാറിൻ്റെ മെയിൻ ഓണറിൻ്റെ ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ചിക്കൻ മീറ്റ് എനിക്ക് കൊണ്ട് തന്നതാണ്. ആടിനെ അറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വിഹിതം എത്തിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ ജബലലി പ്ലാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരെ പ്ലാൻ ബി ആക്കി കേട്ടോ. ജബീൽ പാർക്കിൽ പോകാമെന്ന് വെച്ചു. നമ്മൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ആയപ്പോൾ പിന്നെയും ഡ്രസ്സപ്പ് ചെയ്തിട്ട് സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ജബീലിൽ പോയിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ് റെസ്റ്റൊക്കെ എടുത്തു. എങ്ങോട്ടാ പറയൂ? ജബീൽ പാർക്ക്. നമ്മൾ ഈവനിങ് ജസ്റ്റ് ജബീലിൻ്റെ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും അഗെയിൻ ഡ്രസ്സ് ഞങ്ങൾ അഗെയിൻ ഡ്രസ്സപ്പ് ചെയ്തു. ഇനി ഹെഡിങ് ടു ജബീൽ പാർക്ക്. ഞാനപ്പോൾ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ദുബായിൽ സെറ്റിൽഡാണ്, ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ദുബായ് ഫ്രെയിമിൻ്റെ അടുത്താണ് കേട്ടോ താമസിക്കണേ. പിന്നെ ഒരു പ്ലാനും ഇല്ലാണ്ടാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് 2 year മുന്നേ ഞാനിങ്ങനെ ഒരു ഈദിൻ്റെ തലേന്നാണ് കേട്ടോ UAE വരണേ. കുറേ എക്സ്പെക്റ്റേഷൻസും ഡ്രീംസൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്, എസ്പെഷ്യലി ഈദ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉൾട്ടായിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ലൈഫ് അങ്ങനെയാണല്ലോ അല്ലേ. സോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ പ്ലാൻ? അതിൻ്റെ ഉള്ളിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, ഫുഡ് സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു. സ്നാക്സ് ടൈം. ഈദിന്റെ പോസ്റ്റ് ഉള്ളിൽ പോയി കഴിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് ഈ ഇത് പോസ്റ്റ് ചറപറന്നിടുന്നു. ദുബായിൽ തന്നെ ഒരു മേജർ അട്രാക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് കേട്ടോ ദുബായ് ഫ്രെയിം. ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് സെബിൽ പാർക്കിലാണ്. ദുബായ് ഫ്രെയിമിലോട്ടുള്ള എൻട്രി ഫീ 50 ദിറംസ് ആണ് കേട്ടോ. പക്ഷേ സെബിൽ പാർക്കിലോട്ട് ജസ്റ്റ് 5 ദിറംസ് ആണ്. അപ്പോൾ ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ദുബായിനെയും പുതിയ ദുബായിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ. കാരണം ദുബായിലെ ഇതുവരെയുള്ള ജേണി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേലെ ഫ്ലോറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. അതേമാതിരി 2 സൈഡ് ഓഫ് ദുബായ് നമുക്ക് കാണാൻ പറ്റും. ഓൾഡ് ദുബായ് റെപ്രസെൻ്റ് ചെയ്യണത് ലൈക്ക് ഹിസ്റ്റോറിക് ആയിട്ടുള്ള പഴയ ബിൽഡിങ്സും അങ്ങനത്തെ ഒരു സ്ട്രീറ്റൊക്കെ ആയിട്ടുള്ള ഒരു ദുബായാണ്. പുതിയ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീൽസിലൊക്കെ കാണുന്ന മാതിരിത്തെ ദുബായാണ്. ലൈക്ക് ഹൈവേസ് ആയിട്ടുള്ള ബിൽഡിങ്സ്, ഫുള്ളി പോഷ് ഏരിയ, അങ്ങനത്തെ ദുബായ്. അപ്പോൾ നമുക്ക് 2 വ്യൂവും അറ്റ് എ ടൈം 2 സൈഡിൽ നിന്നും നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുമേ. സെബിൽ പാർക്കിലാണെന്നുണ്ടെങ്കിലും കുറേ ഫുഡ് ഫെസ്റ്റ്, ഫാമിലീസിന് വേണ്ടിയിട്ട് പിക്നിക്കിന് വരാനുള്ള ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ. നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഏരിയാസ്, കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ള ഏരിയാസ് എല്ലാം അവിടെ ഉണ്ട്. ഓരോ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോഴും ഓരോ രാജ്യത്തെ ആൾക്കാർ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രീസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യലുണ്ട് കേട്ടോ. പറയുകയാണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ഫോർ ഗാദറിങ്സ്. അത്രയും നല്ല അടിപൊളി സ്ഥലമാണ്. അവൾ പിന്നെ അവിടെ എത്തിയിട്ട് നേരെ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ് ഒറ്റമൈന ഓ സിംഗിൾ ഫോർ ലൈഫ്. ഞങ്ങളുടെ സ്ഥലം പോലത്തെ സ്ഥലം ബ്യൂട്ടി വ്ളോഗർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എന്താ അൺപ്രെഡിക്റ്റബിൾ ആണല്ലേ. നമ്മളെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മളെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു ആൾക്കാരാണ് കേട്ടോ ഈ 2 പേര്. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളുടെ കുറേ ഫോട്ടോസ് അവർ ക്യാമറയിൽ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ സിങ്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് വെരി നൈസ്. എന്താ പറയുക, എൻ്റെ 2 ഇയർ ജേണിയിലെ ബെസ്റ്റ് ഈദ്.